പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം നമുക്ക് ക്ഷണിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവ്. നാം എല്ലാവരും കാട്ടുപൂക്കൾ കണ്ടിട്ടുണ്ട്. ആരാലും അധികം ശ്രദ്ധിക്കപ്പെടാത്ത, അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന മലഞ്ചെരിവുകളിലും പാതയോരങ്ങളിലൊക്കെ നിൽക്കുന്ന കാട്ടുപൂവ്. ആരും ശ്രദ്ധിച്ചില്ലേലും, ആരും വണങ്ങിയില്ലെങ്കിലും പരാതികളൊന്നുമില്ലാതെ എന്നും നമുക്ക് വേണ്ടി സുഗന്ധപൂരിതമായ പൂക്കൾ വിരിയുന്ന കാട്ടുപൂക്കൾ, കാട്ടുചെടികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ കാലഘട്ടത്തിൻ്റെ അപ്പനാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, കരങ്ങളിലേക്കൊന്ന് നോക്കിക്കേ. അതേ, ലോകം എത്ര അധികമായി യൗസേപ്പ് പിതാവിലേക്ക് തങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഒരു കൈയിൽ ഉണ്ണി യേശുവിനെയും മറുകൈയിൽ നിത്യനൈർമല്യത്തിൻ്റെ നിർമ്മല ലില്ലിപ്പുഷ്പങ്ങളുമേന്തി നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പ് താതൻ. കുടുംബജീവിതക്കാർക്കെന്നല്ല, സമർപ്പിത ജീവിതം നയിക്കുന്നവർക്കെന്നല്ല, എല്ലാവരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചില പ്രത്യേക വിശുദ്ധരുടെ മാധ്യസ്ഥം യാചിക്കാറുണ്ട്. എന്നാൽ എല്ലാ കാര്യത്തിനും ഏതൊരവസരത്തിലും നമ്മളെ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് വന്ന് സഹായിക്കാൻ പ്രാപ്തനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഞാൻ യൗസേപ്പ് പിതാവിൻ്റെ വലിയൊരു ഭക്തയാണ്. ഞാൻ താമസിക്കുന്ന മഠത്തിൻ്റെ പേര് സാൻജോ ഭവൻ എന്നാണ്. യൗസേപ്പ് പിതാവിൻ്റെ പ്രത്യേക പരിലാളനകൾ എന്നും സ്വീകരിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ എന്ന നിലയിൽ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് വാതോരാതെ പറയുവാൻ എൻ്റെ മനം നിറച്ച് ദൈവം യൗസേപ്പ് പിതാവിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ വാഴ്ത്തുവാൻ എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ധ്യാനത്തിന് അവിടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു റിട്രീറ്റ് നടക്കുന്ന കേന്ദ്രമാണ്. കഴിഞ്ഞ 13 വർഷങ്ങളായി സാൻജോ ഭവൻ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനം നടക്കുന്നു. ഒരു ധ്യാനത്തിന് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, ഇന്നലെ രാത്രി എനിക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വന്നു. രാത്രി ഞാൻ കണ്ണ് തുറന്നു, മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നു, അലാമും ഇല്ല കയ്യിൽ, വേറെ പ്രത്യേക ടോർച്ചുകളൊന്നുമില്ല, കൂരിരുട്ട്. എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടി തോന്നി. ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുറിയിൽ കിടക്കുന്ന സിസ്റ്റർ എണീക്കൂലോ, ഇനി എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നി പുറത്തെന്തോ ഒരു അരണ്ട വെളിച്ചമുണ്ടെന്ന് തോന്നി. ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ആരോ ഒരാൾ ഇങ്ങനെ കറുത്ത ഏപ്രിനൊക്കെ കെട്ടി, തവിട്ട് നിറത്തിലുള്ളൊരു ഏപ്രിനും ഒരു റാന്തൽ വിളക്കുമായി പുറം തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ആ വെളിച്ചം എനിക്ക് കാണാൻ സാധിച്ചു. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ധ്യാനിപ്പിക്കുന്നവർ ടീം അംഗങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഹോളി വാട്ടർ തളിച്ചും ഇങ്ങനെ ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അവർ വിളക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരിക്കും, പ്രാർത്ഥിക്കുമായിരിക്കും അവർ എന്ന് ഞാൻ വിചാരിച്ചു. തിരിച്ച് ടോയ്ലറ്റിൽ നിന്ന് കയറി വന്നപ്പോഴും ഈ വിളക്കുമായി ആരോ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങി സിസ്റ്റർ. നേരം വെളുത്തു 8 മണിക്ക് ഞാൻ ആഹാരം കഴിച്ച് ഞാൻ തിരിച്ച് ഹോളിലേക്ക് പോകുമ്പോൾ സിസ്റ്റർ ഇന്നലെ രാത്രിയിൽ കണ്ട അതേ കറുത്ത ഏപ്രിനും അതേ റാന്തൽ വിളക്കുമായി ഇതാ സ്റ്റെപ്പിൻ്റെ അവിടെ യൗസേപ്പ് പിതാവിൻ്റെ ഒരു കട്ടൗട്ട് വെച്ചിരിക്കുകയാണ്. സിസ്റ്റർ, ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും രാത്രിയിൽ നടന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നോ? വിശുദ്ധ ചാവറ പിതാവിൻ്റെ വിങ്ങിലൂടെ നിങ്ങൾ ആരെങ്കിലും ചാവറ വിങ്ങിലൂടെ ഇന്നലെ ജപമാല ചൊല്ലി രാത്രിയിൽ പ്രാർത്ഥിച്ചിരുന്നോ? ഞാൻ പറഞ്ഞു, ഇല്ല, ആരും ഇന്നലെ രാത്രിയിൽ ജപമാല ചൊല്ലി അതിലൂടെ നടന്നിരുന്നില്ല. ഈ കൊച്ചു പൊട്ടിക്കരയാൻ തുടങ്ങി. സാക്ഷാൽ യൗസേപ്പ് പിതാവാണ് ഇന്നലെ രാത്രിയിൽ ആ വെട്ടം തെളിച്ച് എനിക്ക് വേണ്ടി ഇന്നലെ കാത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, സാൻജോ ഭവൻ മഠം അത് യൗസേപ്പ് പിതാവിൻ്റെ മഠമാണ്. കാവലാളായ യൗസേപ്പ് പിതാവ്, ആ സംരക്ഷകനായ യൗസേപ്പ് പിതാവ് ഏത് രാത്രിയിലും നമ്മുടെ കൂട്ടിനെത്തും. അതെ, യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ അനുഗ്രഹീതമായ ഇടങ്ങൾ എന്നും അനുഗ്രഹിക്കപ്പെട്ടതാണ്. നമുക്കറിയാം, സെൻറ്റ് ജോസഫ് ചർച്ച് അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിലുള്ള വ്യക്തികൾ ഇവരൊക്കെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യൗസേപ്പ് പിതാവിനെക്കുറിച്ച് അധികമൊന്നും നമ്മൾ കേട്ടിട്ടില്ല, സുവിശേഷങ്ങളിലും അധികമൊന്നുമില്ല. എങ്കിലും ഒരു തകർന്നു പോകാമായിരുന്ന ഒരു സ്ത്രീക്കും കുഞ്ഞിനും ജീവിതം കൊടുത്ത വ്യക്തിയാണ് യൗസേപ്പ് പിതാവ്. ഈ ഒരു കാലഘട്ടത്തിൽ തകർന്നു പോയി അപമാനഭാരം ഏൽക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും തകർന്നു പോകാമായിരുന്ന ഒരു സ്ത്രീക്കും കുഞ്ഞിനും ജീവിതം കൊണ്ട് ജീവിക്കാൻ ആവശ്യമായതെല്ലാം പകർന്നേകിയ യൗസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും നന്മരണത്തിൻ്റെ മധ്യസ്ഥനും ഒക്കെയാണ്.
നമ്മുടെയൊക്കെ വീട്ടിൽ യൗസേ പിതാവിൻ്റെ ഒരു ചെറിയ പടമെങ്കിലും കാണുമല്ലേ? നിങ്ങൾ യൗസേ പിതാവിനെ കുറച്ചും കൂടെ വന്ദിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. കാരണം യൗസേ പിതാവ് ഈ ഒരു കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഒരു വിശുദ്ധനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പഠിച്ച സ്കൂള് സെൻറ്റ് ജോസഫ് ഹൈസ്കൂളായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ മുമ്പിൽ യൗസേ പിതാവിൻ്റെ ഒരു രൂപവും കൊട ചൂടി നിൽക്കുന്ന ഒരു യൗസേ പിതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും പഠിച്ചത് അതേ സ്കൂളിൽ തന്നെയാണ്. എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, എൻ്റെ മോനെ, ഞാൻ ആ സ്കൂളിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന കൊട ചൂടി നിൽക്കുന്ന യൗസേ പിതാവിനോട് എന്നും പ്രാർത്ഥിക്കും. എൻ്റെ യൗസേ പിതാവേ, കന്യാവൃതക്കാരുടെ കാവൽക്കാരാ, എൻ്റെ മക്കളെ എന്നും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണേന്ന്. എടി, ഭർത്താവിൻ്റെ നിറത്തിലോ ഭർത്താവിൻ്റെ ഷർട്ടിൻ്റെ എണ്ണത്തിലോ ഒന്നും ഒരു കാര്യമില്ല മോനെ. സ്വർഗീയ സഹായം നമുക്ക് ലഭിച്ചാൽ നമുക്ക് സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാം. നീ യൗസേ പിതാവിൻ്റെ ഒരു ഭക്തയായിട്ട് മാറണം. യൗസേ പിതാവിനോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. വീണ്ടും എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾ 4 പെൺകുട്ടികളും ഇളയ ആൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആൺകുട്ടികളില്ലാത്തത് കൊണ്ട് തറവാട് ഇങ്ങനെ ലഭിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. ഞങ്ങളന്ന് ഹൈറേഞ്ചിലാണ് ഞങ്ങൾ താമസിക്കുക. എൻ്റെ അമ്മ യൗസേ പിതാവിൻ്റെ ഒരു ചെറിയ രൂപമല്ല, ചെറിയൊരു പടം, ഒരു കടലാസ് പടം, ആ കടലാസ് പടം എടുത്തു വെച്ചിട്ട് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ യൗസേ പിതാവേ, എൻ്റെ യൗസേ പിതാവേ, യൗസേ പിതാവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഈ 4 പെൺകുട്ടികളെയും കൊണ്ട് ഈ ഹൈറേഞ്ചിൽ പാർക്കാൻ എനിക്കാവില്ലല്ലോ. അപ്പന് ജോലിയായിട്ട് നാട്ടിലാണ്. അതുകൊണ്ട് യൗസേ പിതാവേ, എനിക്കൊരാൺ തലമുറയെ കാണാനുള്ള ഒരു ഭാഗ്യം തരണമേ എന്ന് പറഞ്ഞ് അന്ന് നൊവേനയൊന്നും ചെല്ലാനൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. 4ാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ അമ്മ യൗസേ പിതാവിനോട് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കൊരു സഹോദരനെ ദൈവം തന്നത് മാർച്ച് 19-ാം തീയതിയാണ് അവൻ്റെ ജന്മദിനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ദൈവത്തിൻ്റെ ദാനങ്ങൾ എത്ര വിപുലമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അവിടുന്ന് കൈ തുറന്ന് മനുഷ്യ മക്കൾക്ക് നൽകുകയാണ്. ഞാൻ ഇന്നത്തെ യൗസേ പിതാവിൻ്റെ ഈ ഒരു മാർച്ച് മാസത്തിൽ യൗസേ പിതാവിനെക്കുറിച്ച് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ടായി. കാരണം എൻ്റെ കണ്ണ് നിറച്ച ഒരു സംഭവം എൻ്റെ ഒരു ബാച്ചുകാരിയുടെ ജീവിതാനുഭവത്തിലൂടെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. എൻ്റെ ബാച്ചുകാരി സിസ്റ്റർ, അവരുടെ സഹോദരൻ്റെ പുത്തൻ കുർബാന, വളരെയധികം വാഞ്ചയോടെ കാത്തിരുന്ന ഒരു പുത്തൻ കുർബാന. എന്നാൽ പുത്തൻ കുർബാനയുടെ തലേ മാസം അറിയാൻ സാധിച്ചു, പുത്തൻ കുർബാനയ്ക്ക് വേണ്ടി കുടുംബം നാളുകളായി സംഭരിച്ച് വെച്ചിരിക്കുന്ന പൈസ അമ്മയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു അസുഖം മൂലം 2 ലക്ഷത്തിലധികം രൂപ ഹോസ്പിറ്റലിൽ ചെലവാക്കേണ്ടതായിട്ട് വന്നു. പുത്തൻ കുർബാനയ്ക്ക് പൈസ ഇല്ല. അപ്പൻ വിളിച്ചിട്ട് സിസ്റ്ററിനോട് പറയുകയാണ്, പൈസ ഇല്ലാത്തത് കൊണ്ട് മോനെ, പുത്തൻ കുർബാനയുടെ ഡേറ്റ് അടുത്ത വർഷത്തേക്ക് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം കൂട്ടിയാൽ കൂടത്തില്ലടി, ഈ പുത്തൻ കുർബാനയുടെ ചിലവുകളൊക്കെ ഇനിയുള്ള ഇതുകൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല മോനെ. അതുകൊണ്ട് ഇനി ഏതാനും നാളുകളല്ലേ ഉള്ളൂ. സിസ്റ്റർ പൊട്ടിക്കരയാൻ തുടങ്ങി. ഒത്തിരി വാച്ചുകാരോട് എല്ലാവരോടും എൻ്റെ ആങ്ങളയുടെ പുത്തൻ കുർബാനയാണെന്നെല്ലാം പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അപ്പൻ്റെ ഫോൺ കോൾ. സിസ്റ്റർ ഒട്ടും മടിച്ചില്ല. യൗസേ പിതാവിൻ്റെ വലിയ ഭക്തയായ സിസ്റ്റർ തൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന തൻ്റെ കൂട്ടുകാരികൾ 3 പേരെ കൂടെ കൂട്ടി രാത്രി 12 മണി സമയം നിശ്ചയിച്ച് 9 ദിവസത്തേക്ക് യൗസേ പിതാവിൻ്റെ ഒരു നൊവേന ത്യാഗമെടുത്ത് ചെല്ലുവാൻ അവർ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയ ശേഷം അപ്പൻ പുത്തൻ കുർബാന വേണ്ട എന്ന തീരുമാനം അറിയിച്ചപ്പോൾ ഈ സിസ്റ്റർ യൗസേ പിതാവ് ഏതൊരു കാര്യത്തിനും മധ്യസ്ഥം വഹിക്കാൻ, മക്കളുടെ കണ്ണുനീരിൽ ഇടപെടാൻ സാധിക്കുന്ന നല്ല അപ്പൻ്റെ മാധ്യസ്ഥം വഹിച്ച് ഈ സിസ്റ്ററും തൻ്റെ കൂട്ടുകാരി സിസ്റ്റേഴ്സും കൂടെ രാത്രി 12 മണി സമയത്ത് യൗസേ പിതാവിൻ്റെ ഒരു നൊവേന ചെല്ലാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇവരൊരു 9 ദിവസത്തെ നൊവേന എത്തുന്നതിന് മുൻപ് തന്നെ അമ്മ രോഗിയായിട്ട് വീട്ടിൽ കിടക്കുന്നു. അപ്പൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. രാവിലെ എണീറ്റ് കട്ടൻ കാപ്പിയും കുടിച്ച് അപ്പൻ കൊന്തയും ചൊല്ലി ബെഞ്ചിമേ ഇരിക്കുമ്പോൾ ഇതാ മുകളിൽ നിന്നും ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വരുന്നു. പരിചയമില്ലാത്ത മുഖം കണ്ട, അല്ല ആരാ, എവിടെന്നാ? അതെ, ഞാൻ ഈ അടുത്തുള്ള ആളാണ്, പുതിയ താമസക്കാരനാ, പരിചയപ്പെട്ടില്ല. അതെ, ഞാൻ ഈ അപ്പച്ചനെ ശ്രദ്ധിക്കുന്നു, എന്തു പറ്റി? ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നതായി കാണുന്നു. ചാച്ചൻ എന്തു പറ്റിയെന്ന് അപരിചിതൻ ചോദിച്ചു. അപ്പോൾ അപ്പം പറഞ്ഞു, എന്തു പറയാനാണ്, ആറ്റുനോറ്റിരുന്ന ഒരു പുത്തൻ കുർബാന. പക്ഷേ സന്ദർഭവശാൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് രോഗം വന്നതുകൊണ്ട് വച്ചിരുന്ന പൈസയെല്ലാം തീർന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ നാളുകളിൽ പൈസയ്ക്ക് ആവശ്യം വന്നതുകൊണ്ട് പുത്തൻ കുർബാന നടത്താൻ പൈസയില്ല. അതുകൊണ്ട് പുത്തൻ കുർബാന അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ നീട്ടിവെച്ചു. എൻ്റെ സിസ്റ്റർ മോൾക്ക് അത് കേട്ടിട്ട് ഭയങ്കര വിഷമം. അവൾ ഇങ്ങോട്ട് ഫോൺ വിളിക്കാറേ ഇല്ല. അവൾ പ്രാർത്ഥിക്കുമായിരിക്കും,
ഇതൊക്കെ ഓർത്ത് നോക്കിയിട്ട് അടുത്ത വർഷം ഇനി ഞാൻ ഉണ്ടാവുമോ, ഇങ്ങനെ പലതരം ചിന്തകൾ കൊണ്ട് ഞാൻ വ്യാകുലനായിരിക്കുകയാണ്. അപ്പൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അപരിചിതൻ പറഞ്ഞു, ചാച്ചൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആദ്യം നിശ്ചയിച്ച അതേ ഡേറ്റിൽ തന്നെ പുത്തൻ കുർബാന നടന്നിരിക്കും, ദൈവം അത് നടത്താൻ ഇടവരും. ഇതാ ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് അപരിചിതൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്ത് അപ്പച്ചൻ്റെ കയ്യിലേക്ക് നീട്ടി. അപ്പച്ചൻ പറഞ്ഞു, വേണ്ട, പൈസയൊക്കെ ഞങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ ഉണ്ടാക്കിക്കോളാം. അല്ല, ഇതിരുന്നോട്ടെ, ഇത് ഞാൻ മനഃപൂർവ്വം കൊണ്ടുവന്ന് തന്നതാണ്, ഇതിരുന്നോട്ടെ, ഇത് ആവശ്യം വരും, ഇതിരുന്നോട്ടെ, ഒന്നും വിഷമിക്കേണ്ട, എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങണം. അങ്ങനെ വിറയ്ക്കുന്ന കൈകളോടെ ആ അപ്പൻ അപരിചിതൻ്റെ കയ്യിൽ നിന്നും ആ കവറ് വാങ്ങി പോക്കറ്റിലിട്ടു. എടി, ദേ ചായ എടുത്തോണ്ട് വന്നേ, ചായ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് അപ്പൻ കയറിപ്പോയി. തിരിച്ച് ചായയുമായിട്ട് തിരിച്ചു വന്നപ്പോൾ അപരിചിതനെ കാണാനില്ല. മുകളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്ന അദ്ദേഹത്തെ പരിസരങ്ങളിലെല്ലാം തപ്പി. കുട്ടികളെ മുകളിൽ വരെ ഓടിച്ചു വിട്ടു നോക്കിച്ചു, അപരിചിതൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. ആ പരിസരത്ത് എങ്ങും അപരിചിതനെ കാണാനില്ല. സിസ്റ്റർ കണ്ണുനീരോടെ ഞങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: 6:30 മണിക്കാണ് ഈ അപരിചിതൻ വീട്ടിൽ വന്നതെങ്കിൽ കറക്റ്റ് 10 മണി സമയമായപ്പോൾ ഇതാ മറ്റൊരു വണ്ടിയിൽ ഒരു പറ്റം വൈദികർ ആ വീട്ടിലേക്ക് വരികയാണ്. പുത്തൻ കുർബാന ചെല്ലാനുള്ള തൻ്റെ സഹോദരൻ്റെ പ്രോൻഷിലും ടീമും വന്നിരിക്കുന്നു. അവരും മറ്റൊരു കവർ കൊടുത്തു. അപ്പൻ ആദ്യം കിട്ടിയ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 5000 രൂപയുണ്ടായിരുന്നു. 10 മണിയായപ്പോൾ കിട്ടിയ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് 50,000 രൂപയുണ്ടായിരുന്നു. വീണ്ടും 12 മണി സമയമായപ്പോൾ ഞങ്ങളുടെ ബാച്ചിലെ സിസ്റ്ററിൻ്റെ പ്രോൻഷിലും ടീമും അടുത്ത വണ്ടിക്ക് അതേ ദിവസം 12 മണിക്ക് അവിടെ എത്തി. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമാണ്: 5 മണിയോടടുത്ത് 5 കൂട്ടം ആളുകൾ ആ വീട്ടിൽ വന്നു. എത്ര രൂപയാണോ അമ്മയുടെ ചികിത്സയ്ക്ക് ചെലവായത് അത്രയും രൂപ ഒരൊറ്റ ദിവസം കൊണ്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി എൻ്റെ വീട്ടിലെത്തി. മാത്രമല്ല, ആ ഇടവകയിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത അത്ര ആഘോഷമായി അതേ ഡേറ്റിൽ സാഘോഷം എൻ്റെ ആങ്ങളയുടെ പുത്തൻ കുർബാന നടത്തുവാൻ ദൈവം വിശുദ്ധ യൗസേപ്പ് പിതാവിലൂടെ ഇടവരുത്തി. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ യൗസേപ്പ് പിതാവിന് സാധിക്കും. യൗസേപ്പ് പിതാവിനോട് ഭക്തിയുള്ള ഒരു സമർപ്പിതനോ ഒരു സമർപ്പിതയോ ഒരിക്കലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണി ഈശോയ്ക്ക് യൗസേപ്പ് പിതാവ് പറയുന്ന ഒരു കാര്യം പോലും സാധിച്ചു തരാതിരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവ് കരങ്ങളിൽ ഏന്തിയ ആ ലില്ലി പുഷ്പത്തിന് ഈ കാലഘട്ടത്തോട് എന്തൊക്കെയോ സംസാരിക്കാനില്ലേ? വിഷലിപ്തമായി ഈ കാലഘട്ടത്തിൽ കുതിച്ചു പായുന്ന ഈ ഒരു ശാസ്ത്രയുഗത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ വീക്ഷണത്തോടെ നമ്മളും നമ്മുടെ തലമുറയും മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ തീർത്ഥാടനം ഒരായുസ് മുഴുവൻ നടത്തിയ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഹേറോദേസിൻ്റെ അതിക്രൂരമായ വാളിൽ നിന്ന് ഉണ്ണി മിശിഹായെ ആ പാതിരാവിൽ കാത്തിരി സൂക്ഷിക്കുവാൻ യൗസേപ്പ് പിതാവ് എടുത്ത ജാഗ്രത എത്ര അധികമായിരുന്നു. ജാഗ്രത പൂത്ത പൂമരമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവെന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ ഹേറോദേസിൻ്റെ ക്രൂരവാളുകൾ തലങ്ങും വിലങ്ങും നമ്മുടെ തലമുറകൾക്കെതിരെ പടപൊരുതുമ്പോൾ ഈ ജാഗ്രത പൂത്ത പൂമരം പോലെ യൗസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. ഓരോ കുടുംബനാഥനും വലിയ മാതൃകയാണ് യൗസേപ്പ് പിതാവ്. തളർന്ന് അവശമായി പോകുന്ന വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസ തീഷ്ണതയോടെ മക്കളെയും തലമുറകളെയും നയിക്കുവാൻ ഒരപ്പന് സാധിക്കണം. ഒരപ്പൻ അതെപ്പോഴാണ് സാധിക്കുക? മുഴങ്കാലിൽ നിന്ന് ഏത് പ്രതിസന്ധിയിലും നീതിബോധത്തോടു കൂടെ ദൈവ തിരുമുൻപിൽ ദൈവഭയത്തോടെ ജീവിച്ചാൽ ഏതൊരപ്പനും തൻ്റെ കുടുംബത്തെ ദൈവഭയത്തോടെ മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും. ഒരവസരത്തിൽ ഒരു വിധവയായ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു സാക്ഷി പ്രകാരമാണ്: സിസ്റ്റർ, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എൻ്റെ യൗസേപ്പ് പിതാവ് എൻ്റെ വീട്ടിലുള്ളത് കൊണ്ടാണ്. സിസ്റ്റർക്കറിയോ, യൗസേപ്പ് പിതാവ് നഷ്ടപ്പെട്ടു പോയിട്ട് കുറേ നാൾ ഇങ്ങനെ ജീവിച്ചല്ലോ. എന്തുമാത്രം ക്ലേശങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ മാതാവിനുണ്ടായിരിക്കാം.
എൻ്റെ പിന്നാലെയും പലരും ഇങ്ങനെ ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഞാൻ വിധവയാണെന്നറിഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലയെന്നറിഞ്ഞ് എൻ്റെ വീട്ടിലും പലരും ഇങ്ങനെ വരികയും പോകുന്ന വഴികളിൽ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു. സിസ്റ്റർ, ഞാൻ യൗസേപ്പ് പിതാവിൻ്റെ ഭക്തിയായിരുന്ന ഞാൻ യൗസേപ്പ് പിതാവിൻ്റെ ഒരു ചെറിയ പടം വാങ്ങിച്ച് അവിടെ വെച്ച് ഒരു ചെറിയ പൂവോ കായോ എല്ലാ ദിവസവും വെച്ച് യൗസേപ്പ് പിതാവിൻ്റെ ഒരു കൊച്ചു പ്രാർത്ഥന, എന്നെ കാത്തു സൂക്ഷിക്കണമേ, വിശുദ്ധി നഷ്ടപ്പെടാതെ അന്ത്യം വരെ ദൈവഭയത്തോടെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് വിധവയായി ഞാൻ പ്രാർത്ഥിച്ചു. സിസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ആ യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന തുടങ്ങിയ പിന്നെ ഒരാൾ പോലും എൻ്റെ നേരെ നോക്കി ഒരു വാക്കുപോലും പറയുവാൻ ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ സഹായിക്കും. നമ്മുടെ ഫ്രാൻസിസ് പിതാവ് പറയുന്നുണ്ട്, പിതൃഹൃദയത്തോടെ എന്ന ആ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. അതായത് കർത്താവിന് ഞാൻ എത്രത്തോളം ഇടം നൽകുന്നുണ്ട്. യൗസേപ്പ് പിതാവ് കർത്താവിന് തൻ്റെ ജീവിതത്തിൽ ഇടം നൽകിയതുപോലെ കർത്താവിന് ഞാൻ എത്രത്തോളം ഇടം നൽകുന്നുണ്ട്. അവിടുന്നുമായി സംസാരിക്കാൻ ഞാനൊന്ന് നിൽക്കാറുണ്ടോ? നാം കുട്ടിക്കാലത്ത് പ്രാർത്ഥന കൊണ്ട് തുടങ്ങി പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ നമ്മൾ ഓരോ ദിവസവും വൈൻഡപ്പ് ചെയ്തിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സൗഹൃദവും സ്നേഹവും നമ്മെ അനുയാത്ര ചെയ്യുന്നത് നാം എത്രത്തോളം അനുഭവിച്ചറിയുന്നുണ്ട്. നമുക്ക് യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയിൽ നമുക്കും നമ്മുടെ കുട്ടികളെയും നമുക്ക് വളർത്താം. ഈ യൗസേപ്പ് പിതാവിൻ്റെ മാസത്തിൽ നമ്മളൊക്കെ വണക്കമാസം ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടല്ലേ. പള്ളിയിൽ വന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ വീട്ടിൽ വണക്കമാസം ചെല്ലുന്നുണ്ടോ? വണക്കമാസോ സിസ്റ്ററെ? 12 മാസമല്ലേ ഉള്ളൂ വണക്കമാസം. അതെന്തു മാസമാണ് സിസ്റ്റർ വണക്കമാസം? പ്രിയപ്പെട്ടവരെ, അടുത്ത തലമുറയ്ക്ക് ഈശോയെ കൊടുക്കുക. ഈശോ തലമുറകളെ നോക്കിക്കൊള്ളും. യൗസേപ്പ് പിതാവിനോടുള്ള വലിയ ഭക്തിയിൽ നമ്മുടെ തലമുറക്കാരെ നമ്മൾ വളർത്തിയില്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന എല്ലാ വിപത്തുകളിൽ നിന്നും മാധ്യസ്ഥം വഹിക്കുവാനുള്ള വലിയ മധ്യസ്ഥനെയായിരിക്കും നാം ഒഴിവാക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യവതി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വലിയ ഭക്തയായിരുന്നു. താൻ സ്ഥാപിച്ച 16 മഠങ്ങളുടെയും പേര് സെൻറ്റ് ജോസഫ് എന്നാണ് അമ്മ ത്രേസ്യ പുണ്യവതി ഇട്ടിരുന്നത്. എന്നാൽ അമ്മ ത്രേസ്യ പുണ്യവതിയുടെ കാലത്തിന് ശേഷം ഒരു ജനറൽ ചാപ്റ്റർ വന്നപ്പോൾ അവർ തീരുമാനിച്ചു, ഒരു മഠത്തിൻ്റെ പേര് യൗസേപ്പ് പിതാവിൻ്റെ പേര് മാറ്റി അത് സെൻറ്റ് തെരേസ് ഓഫ് ആവില എന്ന് ഒരു മഠത്തിൻ്റെ പേരാക്കി മാറ്റാമെന്ന് പറഞ്ഞ് അവരൊരു ഫലകത്തിൽ പുതിയ പേര് എഴുതിക്കൊണ്ട് വന്നു. എന്നാൽ ആ രാത്രിയിൽ ആ ജനറൽ അമ്മയ്ക്ക് വിശുദ്ധ അമ്മ ത്രേസ്യ പ്രത്യക്ഷപ്പെട്ടെന്നും യൗസേപ്പ് പിതാവാണ് ഈ 16 മഠങ്ങളുടെയും കാവൽക്കാരൻ, എൻ്റെ പേര് ഒരു കാരണവശാലും ആ കോൺവെൻറ്റിന് ഇടാൻ പാടില്ല എന്നും ആ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഫലകം കത്തിച്ച് കളയണമെന്നും ഉറക്കത്തിൽ തന്നോട് അപേക്ഷിച്ചുവെന്നും ആ ജനറാളമ്മ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദപാരംഗതിയായ വിശുദ്ധ അമ്മ ത്രേസ്യയ്ക്ക് ഇത്രമാത്രം ഭക്തി വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ഉണ്ടായത് എങ്ങനെയാണ്? അമ്മ ത്രേസ്യ പുണ്യവതി പറയുന്നു, യൗസേപ്പ് പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിച്ച ഒരു കാര്യം പോലും ഈശോ എനിക്ക് നിഷേധിച്ചിട്ടില്ല. ആകയാൽ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയിൽ അനുദിനം വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളുടെ കാവലാളായ യൗസേപ്പ് പിതാവിന് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. യൗസേപ്പ് പിതാവിന് നമ്മെയും നമ്മുടെ തലമുറകളെയും നമുക്ക് സമർപ്പിക്കാം. ഹെറോദേസിൻ്റെ ക്രൂര വാളിൽ നിന്നും കാത്തുരക്ഷിച്ചതുപോലെ നമ്മെയും നമ്മുടെ തലമുറകളെയും ഈ കാലഘട്ടത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ യൗസേപ്പ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥത്തിന് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം എണീറ്റ് നിന്ന് ഈ സമയം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായുടെ സംരക്ഷകനും കന്യകാമറിയത്തിൻ്റെ വിരക്ത ഭർത്താവുമായവനെ സ്വസ്തി. നിന്നെയാണ് ദൈവം തൻ്റെ പുത്രനെ ഭരമേൽപ്പിച്ചത്. നിന്നിലാണ് മറിയം തൻ്റെ വിശ്വാസം അർപ്പിച്ചത്. നിന്നോടൊപ്പമാണ് ക്രിസ്തു മനുഷ്യനായി ജീവിച്ചത്. ഓ ഭാഗ്യപ്പെട്ട മാർ യൗസേപ്പേ, ഞങ്ങളോടും പിതാവായി വർത്തിക്കണമേ. ജീവിത വഴിയിൽ ഞങ്ങളെ നയിക്കണമേ. കൃപയും കാരുണ്യവും ധൈര്യവും ഞങ്ങൾക്കായി നേടിത്തരണമേ. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.